നമസ്കാരം. ഞാൻ ജിനി ശാന്തി യോഗ. നിരവധി പേര് നമ്മളെ ക്ലാസ്സുകളിൽ നമ്മോട് ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. എങ്ങനെയാണ് മാഷേ ഈ വല്ലാത്ത പ്രശ്നം, ഉറക്കത്തിൻ്റെ ബുദ്ധിമുട്ട്, അതുപോലെ അമിതമായിട്ടുള്ള ക്ഷീണം അനുഭവപ്പെടുക ജോലി സമയങ്ങളിൽ, അതുപോലെ തന്നെ എല്ലാവർക്കും സ്ട്രെസ്സിനെ കുറിച്ചാണ് ചർച്ച ചെയ്യാറുള്ളത്. അപ്പോൾ ഇത്തരം പ്രയാസങ്ങളിൽ നിന്നും നമുക്ക് മറികടക്കുവാൻ യോഗ പരിശീലനത്തിൽ നമുക്ക് എന്താണ് എളുപ്പ വഴി എന്ന് ചോദിക്കാറുണ്ട്. ഇത് യോഗ പരിശീലനം എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു ആസനങ്ങളിലോ അല്ലെങ്കിൽ ഒരു പ്രാണായാമത്തിലോ ശ്രദ്ധ കൊടുത്ത് അത് മാത്രം പരിശീലിക്കേണ്ടതല്ല എന്നാണ് ആദ്യം തന്നെ പറയാനുള്ളത്. എല്ലാം കണക്ട് ചെയ്ത് പോകുന്നതാണ്. പ്രത്യേകിച്ച് നമ്മൾ യോഗ തുടങ്ങാൻ ഈ ഇരുത്തത്തിൽ സ്വസ്ഥമായി ഒന്ന് ഇരിക്കണമെങ്കിൽ തന്നെ, അല്ലെങ്കിൽ കാലുമടക്കി ഇരിക്കുവാൻ തന്നെ യോഗയിലെ ശീതീകരണ വ്യായാമങ്ങൾ ഞങ്ങളിപ്പോൾ ലൂസിങ് സിലബസ് നമ്മൾ പരിശീലിക്കേണ്ടതാണ്. ഇപ്പോൾ കൈവിരലുകളും കാൽവിരലുകളും ഒക്കെ ഒന്ന് ആയാസപ്പെടുത്താൻ അതിന് കൃത്യമായ ചിട്ടയോടുകൂടിയുള്ള പരിശീലനം ആവശ്യമാണ്. അതിനുശേഷം നമ്മൾ സൂക്ഷ്മ വ്യായാമങ്ങൾ പരിശീലിക്കേണ്ടതാണ്. അപ്പോൾ ഇവിടെ ഈ രണ്ട് തലങ്ങളുള്ള സിമ്പിൾ ലൂസിങ് സിലബസുകൾ പരിശീലിക്കുമ്പോൾ അപ്പോൾ സൂക്ഷ്മ വ്യായാമത്തിൽ ശ്വസനക്രമം പാലിച്ചുകൊണ്ടുള്ള പരിശീലനം. ഉദാഹരണത്തിന് കൈകൾ ഉയർത്തുന്ന സമയത്ത് ശ്വാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. കൈകൾ താഴേക്ക് ചലിക്കുമ്പോൾ വയറിൻ്റെ ഭാഗങ്ങളിൽ ഉയർന്നു വരുന്ന ശ്വാസത്തിനെ പതുക്കെ പുറന്തള്ളുക. അത് പെട്ടെന്ന് നിഷ്പ്രയാസം പുറത്തു വിടുകയല്ല, സമയമെടുത്ത് വളരെ ശാന്തമായി ശ്വാസത്തിനെ ഗതി കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ പരിശീലിക്കുന്ന സമയത്ത് നമ്മൾ ഹൃദയമിടിപ്പിൻ്റെയും ശ്വാസ സംവിധാനങ്ങൾ, പ്രത്യേകമായി ശ്വസന സംവിധാനങ്ങൾ പൂർണ്ണമായും ഉത്തേജിക്കുകയും നല്ല വൈദ്യുത കാന്തിക തരംഗം ശരീരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെയാണ് നിങ്ങൾ പൂർണ്ണമായും എനർജൈസ് ആവുക. അതോടുകൂടി യോഗയിലെ പ്രധാനമായിട്ടുള്ള പ്രാണായാമങ്ങളും ധ്യാന പരിശീലനത്തിലേക്കും നമ്മൾ ഒരു പടി രണ്ട് പടിയായി മുന്നോട്ട് വരും. പിന്നെയാണ് ലളിതമായിട്ടുള്ള ആസനങ്ങൾ ഉൾപ്പെടുത്തി പരിശീലിക്കുക. അപ്പോൾ ഇത്തരം പരിശീലനത്തിന് വേണ്ടി തയ്യാറെടുക്കുന്നവർ കൃത്യമായ ഒരു ഗുരുമുഖത്തു നിന്നുള്ള പരിശീലനമാവാം ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ ഞാനൊരു ഉദാഹരണമായിട്ട് നമ്മൾ ഇരുന്ന സമയത്ത് ആദ്യം തന്നെ നമ്മുടെ ശരീരത്തിലുള്ള പ്രാണിക് എനർജി എങ്ങനെയാണ് കൊണ്ടുവരിക എന്ന് ഈ ഒരു വീഡിയോയിൽ ലളിതമായി നിങ്ങൾക്ക് കാണിച്ചു തരാൻ ഉദ്ദേശിക്കുന്നു. നമ്മൾ ഇടത് കൈയോ വലത് കൈയോ നമ്മൾ വളരെ ഉദരഭാഗത്തിരിക്കട്ടെ. മിക്ക ആളുകൾക്കും ഉദര സംബന്ധമായ പല പ്രശ്നങ്ങളുമുണ്ട്. അറിയാം, നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ. അപ്പോൾ നമ്മളെ സെക്കൻഡ് ബ്രെയിൻ എന്നറിയപ്പെടുന്ന ഈ ലോവർ പാർട്ടിലേക്ക് ഡയഫ്രം എക്സ്റ്റൻഷൻ ആകുമ്പോൾ കൃത്യമായി ഓക്സിജനേറ്റ് ചെയ്യുകയും ശരീരത്തിലുണ്ടാവുന്ന എല്ലാ ഭാഗങ്ങളിലേക്കും വൈറ്റൽ എനർജി കൊണ്ടുവരുമ്പോൾ ആ ഭാഗങ്ങളിൽ രോഗപ്രതിരോധ ശേഷി കൈവരിക്കുന്ന രീതിയിലുള്ള പ്രാണായാമത്തിലേക്ക് കടക്കുവാൻ സാധിക്കും. അപ്പോൾ നേരത്തെ സൂചിപ്പിച്ച ഡയഫ്രമാറ്റിക് ബ്രീത്തിങ്ങിൽ ആദ്യത്തെ സ്റ്റെപ്പ് കൈ താഴെ വെച്ച് വളരെ സിമ്പിളായിട്ട് നോർമൽ ബ്രീത്തിങ്ങിലേക്ക് ശ്രദ്ധിക്കുക. ഏകാഗ്രത കൂടുതൽ ലഭിക്കുവാൻ നമുക്കൊന്ന് കണ്ണടയ്ക്കാം. പതുക്കെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ഇവിടെ ശ്വാസം എടുക്കുമ്പോൾ ശരീരത്തിന് എല്ലാ മുറുക്കങ്ങളും നിങ്ങൾ ഉപേക്ഷിക്കേണ്ടതാണ്. സ്റ്റൊമക്കൊരു ബലൂൺ മാതിരി ആവുന്നതായി നമുക്കറിയാൻ സാധിക്കുന്നു. വളരെ സാവകാശം ശ്വാസം അയച്ചു പോകുമ്പോൾ വയറ് ശരിക്കും ഉള്ളിലേക്ക് പോകുന്നതായി അറിയാൻ സാധിക്കും. അപ്പോൾ കൈ അവിടെ തന്നെ ഇരിക്കും. ഇങ്ങനെ 2-3 പ്രാവശ്യം ലോവർ പാർട്ടിൽ കൈ ചെയ്തതിന് ശേഷം കൈ മാറ്റി വെച്ച് വളരെ സിമ്പിളായിട്ട് നമ്മൾ മിഡിൽ പാർട്ടിലേക്ക് വരും. നമ്മൾ തൊറാസിക് റീജിയനിൽ കൈ ഇവിടെ ജസ്റ്റ് ഒന്ന് ഒരു ഫെദർ ടച്ച് മാതിരി ആയിക്കോട്ടെ, തൂവൽ സ്പർശമായ മാതിരി ആയിക്കോട്ടെ, പതുക്കെ ശ്വാസം എടുക്കുമ്പോൾ എക്സ്റ്റൻഷൻ യുവർ ചെസ്റ്റ്. വളരെ സാവകാശം വയറുള്ളിലേക്ക് നമ്മൾ ചുരുങ്ങുന്നതായി നമുക്ക് അറിയാൻ സാധിക്കുകയും തോൾ ഭാഗം റിലീഫ് ആവുന്നത് അറിയാൻ സാധിക്കുകയും നല്ല ഹൃദയാരോഗ്യം വർദ്ധിക്കാനും മനസ്സിന് നല്ല ശാന്തത കൈവരിക്കുവാനും ഈ ഒരു സിലബസ് നമുക്ക് വളരെ പ്രയോജനപ്പെടും. ശ്വാസം ഉള്ളിലെടുക്കുമ്പോൾ ശ്രവണശക്തി കൊണ്ട് ശ്വാസത്തിൻ്റെ ഗതി നിങ്ങൾക്ക് അറിയുവാൻ സാധിക്കട്ടെ. ശ്വാസത്തിൻ്റെ താളം നിങ്ങൾക്ക് ആസ്വദിച്ചുകൊണ്ട് പതുക്കെ നിങ്ങൾക്ക് എക്സെയിൽ ശ്വാസം പുറത്തു വിടുന്നതിനെയാണ് എക്സെയിൽ എന്ന് പറയുന്നത്. പതുക്കെ പുറത്തു വിടുന്നു.
അതിനുശേഷം കൈകൾ താഴ്ത്തി വിശ്രമിച്ചു. സഹസ്രാര ചക്രം, അതായത് ടോപ്പ് ഓഫ് ദ ക്രൗണിൽ പതുക്കെ കൈ ഇവിടെ വെക്കുന്നു. പതിയെ വളരെ സാവകാശം കാവിക്കലി ബോൺ ബ്രീത്തിങ് എന്നറിയപ്പെടുന്ന അപ്പർ ബ്രീത്തിങ്ങിലേക്ക് നമ്മൾ കടക്കുകയാണ്. അപ്പോൾ നമ്മുടെ ബ്രെയിൻ സെല്ലുകളൊക്കെ ആക്റ്റീവ് ആവുന്ന മനോഹരമായിട്ടുള്ള ആ ഒരു സിലബസ് നമ്മൾ അപ്പർ ബ്രീത്തിങ്ങിലേക്ക് കടന്നു. വളരെ സാവകാശം ശ്വാസം അയച്ചുകൊണ്ട് റിലീസ് ചെയ്യാം. അങ്ങനെ കൈകൾ താഴ്ത്തി ആദ്യ മുദ്രയിൽ ഈ 3 ഭാഗത്തേക്കും ഒരേ സമയം ശ്വാസം ഉള്ളിലേക്ക് എടുക്കാം. നോക്കൂ, ഇങ്ങനെയാണ് ശ്വാസം ദീർഘമായി ഇളം പുഞ്ചിരിയോടുകൂടി ഉള്ളിലേക്ക് എടുക്കുന്ന പ്രാണിക് എനർജിയെ തിരിച്ചറിയുന്നു. വേണമെങ്കിൽ സ്വാഹ എന്ന ലെവലിൽ ഓം ഇൻഹേൽ നമ്മൾ അറിയപ്പെടുന്ന, എക്സേൽ നമ്മൾ അങ്ങനെ ഒന്ന് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് റിലാക്സ് ചെയ്താൽ നിങ്ങൾക്ക് ഈ രീതിയിലുള്ള നിങ്ങൾ ഏത് തരം വ്യായാമം പരിശീലിക്കുന്ന സമയത്തും ആദ്യം നമ്മൾ മുന്നോട്ട് നേരത്തെ പറഞ്ഞ ലൂസിങ് സിലബസ് ആരംഭിക്കാം. മറ്റെന്തെങ്കിലും പ്രയാസമുള്ളവർ ചെയറിലിരുന്നത് പരിശീലിക്കാം. ആദ്യം ഒരു പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കണം, വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചിട്ട് ഇത്തരം ബ്രീത്തിങ് സിലബസുകൾ പരിശീലിക്കുന്നതിൽ യാതൊരു പ്രയോജനവും ഉണ്ടാവില്ല. അതുപോലെ തന്നെ മറ്റൊരു കാര്യം പ്രധാനമായി ശ്രദ്ധിക്കണം, നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഇരിക്കുന്ന സ്ഥലവും നമ്മൾ പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലം, ഇപ്പം എല്ലാവർക്കും ഇത് സാധിക്കുന്ന രീതിയിൽ നമ്മൾ ഇരിക്കുന്ന സ്ഥലം വളരെ ശാന്തമായ TV എല്ലാം വെച്ച് നിങ്ങൾ ശബ്ദകോലാഹലങ്ങളൊന്നും ഉണ്ടാക്കി ഇത് പരിശീലിക്കാതെ അതിൻ്റെ ഗുണം കിട്ടത്തില്ല. നിങ്ങൾ വളരെ ഫ്രീ ആയിട്ട് കംഫർട്ടബിളായി ജനലും വാതിലൊക്കെ തുറന്നിട്ട് ശുദ്ധവായു ലഭിക്കുന്ന ഒരു സ്ഥലത്തായിരിക്കുകയാണെങ്കിൽ കൂടുതൽ അതിൻ്റേതായിട്ടുള്ള ഭംഗി നിലനിർത്തുവാനും നിങ്ങളിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളിൽ നിന്ന് പരിഹാരം കണ്ടെത്തുവാൻ 100% നിങ്ങൾ യോഗ പരിശീലനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ സാധിക്കുമെന്നുള്ളത് യാതൊരു സംശയവും വേണ്ട. ശാന്തി യോഗയുടെ ഇപ്പോൾ 18ാമത്തെ വർഷം കഴിഞ്ഞ് 19ാമത്തെ വർഷത്തേക്ക് കടക്കുന്ന ഈ ഒരു കാലയളവിൽ നിരവധി പേർക്ക് ഞങ്ങൾ സൗജന്യ പരിശീലന ക്ലാസ്സുകളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഞങ്ങളുടെ ഏതെങ്കിലും ഒരു ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യുവാൻ ഓൺലൈനായിട്ടോ ഓഫ്ലൈനായിട്ടോ വിദൂരതയിലുള്ളവർക്ക് അത് സാധിക്കുന്ന രീതിയിലാണ് തിട്ടപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് സാധ്യമാവട്ടെ എന്ന് ഈ അവസരത്തിൽ അറിയിച്ചുകൊണ്ട് ഞാൻ ജിനീഷ് ശാന്തി യോഗ. നന്ദി, നമസ്കാരം.